കൂട്ടുകുടുംബ വ്യവസ്ഥയുള്ളപ്പോൾ വലിയ പറമ്പിൽ വിശാലമായ പുരയിടങ്ങളും ഭൂമിയുമുള്ള ആ പറമ്പിൽ വീടുണ്ട്. അവിടേക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യം അന്നത്തെ സാഹചര്യത്തിൽ, പഴയ സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു കർമ്മം എന്നുള്ളതിൽ ആ വീടുകളിൽ ചിതയൊരുക്കി അവരെ ദഹിപ്പിക്കുവാനും അല്ലെങ്കിൽ അവിടെ സംസ്കരിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിലുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ പോയി. സ്ഥലമില്ലാത്ത ആളുകളുടെ ഒരു സ്വപ്നമാണ് നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് നമ്മുടെ MLA ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ MLAയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഗവൺമെന്റിൽ അനുവദിച്ചു തന്ന ഈ ക്രിമിറ്റോറിയത്തിന്റെ തുടക്കം ഇന്ന് കുറിക്കുമ്പോൾ നമ്മുടെ ഹരിപ്പാട്ട് വസ്തുവില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ചെറിയ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ, 3 സെന്റിൽ താമസിക്കുന്ന ആളുകളുടെ എല്ലാം അവർക്കെല്ലാം ഉണ്ടാവുന്ന ഒരു വിഷമത്തിന് നമുക്കൊരു അറുതി വരികയാണ്. ഈ ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. ഇതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റി കഴിയട്ടെ. കാരണം അവര് കൃത്യമായും അന്ന് തൊട്ട് ഈ കാര്യങ്ങളിലെല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതിന്റെ കോൺട്രാക്ടറായിട്ടുള്ള ചാർജുള്ള മധു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള സ്വാഗതം പറയുന്നു. കാരണം അന്ന് തൊട്ട് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് തരാമെന്ന് നമുക്ക് ഏറ്റിട്ടുണ്ട്. അത് ഹരിപ്പാടിന്റെ സ്വപ്നമാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം മുൻകൈ എടുത്ത നമ്മുടെ MLAയോടുള്ള നന്ദിയും കടപ്പാടും ഹരിപ്പാട് നഗരസഭയുടെയും ഹരിപ്പാട് നിവാസികളുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതിന് അവസരം തന്ന കേരള ഗവൺമെന്റിനോടുള്ള നന്ദിയും നമ്മൾ അറിയിക്കുകയാണ്. കാരണം ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാലില്ലാത്ത കാലം പോലെ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം അതാണ്. കാരണം ലോകത്ത് മനുഷ്യരുടെ എണ്ണം കുറയുകയാണ്, ജനസംഖ്യ കുറയുകയാണ്. ഇപ്പം ഞാൻ ഇയാളെ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ 3 കോടി ജനങ്ങളുള്ളൂ. വലിയൊരു ഭൂഖണ്ഡമാണ്. അമേരിക്കയിൽ ആളുകളുടെ എണ്ണം കുറയുന്നു. ജർമ്മനി അതിൻ്റെ ഓപ്പൺ ഡോർ പോളിസിയാണ്. എന്നുവെച്ചാൽ ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് താമസിക്കാം, ആളില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ ഈ ആളുകളുടെ എണ്ണം കൂടുതൽ. കുറേ കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് വേണം? ശരീരത്തിൽ പ്രത്യേക സെല്ലുകൾ കടത്തിവിട്ട് ആളുകളുടെ പ്രായം വർദ്ധിപ്പിക്കുക. 150 വർഷമൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലം ആലോചിച്ചുകൊണ്ട്, അത് നമ്മുടെ ഒന്നും കാലത്തുണ്ടാവില്ല, ഒരു കാലം ഉണ്ടാകും. 150 വർഷം 200 വർഷമൊക്കെ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലം ഉണ്ടാകും. അപ്പോൾ തന്നെയുമല്ല, അസുഖങ്ങളുണ്ടെങ്കിൽ ആ സെല്ലുകളെ മാറ്റി പുതിയ സെല്ലുകൾ വെച്ച് ആളുകളെ ജീവിപ്പിക്കുക, തുടരുക. ഇതെല്ലാമാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന പരീക്ഷണം. വാസ്തവത്തിൽ നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്നാൽ വീടിന് മുറ്റത്താണ് ആളുകളെ കുഴിച്ചിടുന്നത്. വേറെ സ്ഥലമില്ല, വീട്ടുമുറ്റത്ത് കുഴിച്ചിടുക. വാസ്തവത്തിൽ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം. ഇതെവിടെയാണ് ആളുകളെ ദഹിപ്പിക്കുന്നത്? ദഹിപ്പിക്കുന്ന സ്ഥലമില്ല, കുഴിച്ചിടുക. അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ, ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ വീടിനകത്ത് മുറ്റമില്ല, അപ്പോൾ വീടിനകത്ത് തന്നെ ആളിനെ ശരീരം കുഴിച്ചിടുക. ഇതെല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഹരിപ്പാട് ഒരു ക്രിമിറ്റോറിയം വേണം. അത് ശ്മശാനം എന്ന് പേര് കൊടുക്കുന്നത് ഞാൻ ചെയർപേഴ്സണോട് പറഞ്ഞു. അതിന് നമ്മൾ ശാന്തി കവാടം എന്ന് പേരാണ്. ശാന്തി കവാടം, തിരുവനന്തപുരത്തെ എൻ്റെ പേര് ശാന്തി കവാടമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. മറ്റേ ഇല്ലേ, എല്ലാവർക്കും ശാന്തത കിട്ടുന്ന മരണത്തോടെ അല്ലേ അല്ലേ? ഏതായാലും മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശാന്തി കവാടം എന്ന് പേരിട്ടത് അതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഹരിപ്പാട് ഈ ക്രിമിറ്റോറിയം വേണ്ടി വന്നു എന്നുള്ളത് പല അനുഭവങ്ങളിലൂടെയാണ്. ഞാൻ മുനിസിപ്പാലിറ്റിയോട് അന്ന് ആവശ്യപ്പെട്ട അവര് ആദ്യം മുതൽ ഇത് കുറെ നാളായി ഇതിന്റെ പിന്നാലെ നടക്കാനുള്ളത്. അതിങ്ങനെ നീണ്ടുപോയി ഓരോ ചെയർപേഴ്സൺമാർ വരുമ്പോഴും സുധാ സുശീലൻ, MK വിജയൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വിജയമ്മ കുഞ്ഞുർമണം, അതോടൊപ്പം തന്നെ അന്ന് KM രാജു ആയിരുന്നു വൈസ് ചെയർമാൻ. പിന്നീട് KM രാജു വൈസ് ചെയർമാനാവുന്നു, MK വിജയൻ വൈസ് ചെയർമാനായി. അതുപോലെ തന്നെ കഴിഞ്ഞ രാമകൃഷ്ണൻ, ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീ രാമകൃഷ്ണൻ, മുനിസിപ്പാലിറ്റി ചെയർമാൻ. നമ്മുടെ സുബി പ്രജിത്ത് ഇവിടെയുണ്ട്. അവരെല്ലാം ധാരാളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്.
പക്ഷെ ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങാൻ കേരള ഗവൺമെന്റിന്റെ ഇമ്പാക്ട് സ്റ്റഡിയിൽപ്പെടുത്തിയാണ് ഇത് ഇമ്പാക്ട് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1,86,00,000 രൂപയാണ്. അവസാനം ഇതെടുക്കാനാണില്ല. ഈ ക്രിമിറ്റോറിയം പണിയാൻ എല്ലാവർക്കും കഴിയില്ല, അതുകൊണ്ട് എടുക്കാനാണില്ല. പിന്നെ പലരും തിരക്ക് നടന്നിട്ട് ആർക്കും താല്പര്യമില്ല. അപ്പോഴാണ് ഒരാളെങ്കിലെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എടുക്കണം. നമ്മുടെ മണ്ഡലത്തിലെ രാഷ്ട്രീയമായൊക്കെ അവർ എതിർത്തുവെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും ചെയ്യാൻ അവർ വളരെ താല്പര്യം എടുക്കുന്ന ആളുകളാണ്. ഞാൻ അവരോട് പറഞ്ഞു, അന്നേരം അവർ എബവ് 40% അല്ലേ, 40% എബവ് എഴുതി. അപ്പോൾ ക്യാബിനറ്റിൽ പോകണം. പിന്നെ ക്യാബിനറ്റ് വെക്കാൻ വേണ്ടി തുടങ്ങി. ക്യാബിനറ്റ് വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഫയൽ വന്നിട്ട് ക്യാബിനറ്റ് വെക്കുന്നില്ല. പിന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് അസംബ്ലി വെച്ച് പറഞ്ഞാണ് ക്യാബിനറ്റിൽ വെച്ച് അംഗീകരിച്ചത്. അപ്പോൾ ഈ പദ്ധതി ഇനിയിപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യാം, മധു പോയോ, മധു എന്ത് എന്ന് തീർക്കാൻ പറ്റും? 1 വർഷം. അപ്പൊ എത്ര പേര് മരിച്ചു പോയി ഇവിടെ? മഴയ്ക്ക് മുമ്പ് ചെയ്യണം. മെയ് ജൂണൊക്കെ ആവും. അപ്പൊ അതിന് ആദ്യത്തെ പെണ്ണുകളൊക്കെ അങ്ങ് ചെയ്യാം കേട്ടോ. 6 മാസം വെക്കാം നമുക്ക്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എന്നോട് പറയുന്നത് എല്ലാ കൃഷ്ണകുമാറിന്റെ വാർഡേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണ് ഒരു പരാതി. കാരണം ഇവിടെ ഞാൻ ആദ്യ MLA 82 MLA ആയ കാലത്ത്, മന്ത്രിയായ കാലത്താണ് ഈ റോഡ്, നമ്മുടെ ചൂരലാക്കൽ റോഡ്, ഇങ്ങനെ റോഡില്ലായിരുന്നു ഇവിടെ. പഴയ ആളുകൾക്ക് അറിയാം, പല കുട്ടികൾക്കൊന്നും അറിയാം, വരുമ്പായിരുന്നു. അന്ന് ഞാൻ മന്ത്രിയായിരുന്നത് കൊണ്ട് NREGP ഈ വർക്ക് എടുത്തു. മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് കൊണ്ട് ആ വർക്ക് എടുത്തിട്ടാണ് റോഡ് ഫോം ചെയ്തു. റോഡ് ഫോം ചെയ്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ MLA ആയപ്പോഴാണ് വീണ്ടും ഇത് ഏറ്റെടുത്ത് റോഡ് ടാവ് ചെയ്ത് നല്ല വിസ്താരത്തിലുള്ള ടാവിങ്ങോടുകൂടി BNBC അല്ലേ, അത് 2 സൈഡും പിച്ചിങ് കെട്ടി വൃത്തിയായിട്ട് വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് ഒരാൾ ഉടക്ക് വന്നു. ഇപ്പോഴാണ് ഉടക്ക് തീർന്നില്ല, അവിടെ കിടക്കാം. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മളിതുപോലെ എൻ്റെ ഒരു സ്വപ്ന റോഡുണ്ട്. നമ്മുടെ ബ്രദേഴ്സ് കടവിൽ നിന്ന് കന്നാലി പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പുളിക്കയിൽ വന്ന റോഡ്, ഞാൻ അതിനെ എൻ്റെ സ്വപ്ന റോഡെന്നായിട്ട് ആ റോഡ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ട് ഒരാൾ കയറി ഉടക്കി. അവരുടെ 4 തെങ്ങൻ തൈ പോകുമെന്ന് പറഞ്ഞ് ഉടക്കി. എത്ര ശ്രമിച്ചിട്ടും കുമാരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സുരേഷ് കുമാർ അവിടെ വീട്ടിൽ പോയി സംസാരിച്ചു, ഞാൻ യോഗം വിളിച്ചു, സമ്മതിച്ചില്ല. അവരുടെ ആ ഭാഗം ഒഴിച്ചത് ഏറ്റവും നല്ല റോഡാണ്. കന്നാലി പാലത്തിൻ്റെ അവിടുന്ന് നമ്മൾ കിഴക്കോട്ട് പോയാൽ തെക്കോട്ട് പോയാൽ കാട്ടിൽ മാർക്കറ്റ് വഴി അത് പുളിക്കേരി വന്നു 4 തെങ്ങൻ തൈ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. ഇപ്പോഴും അതുപോലെ കിടക്കുക, ആ ഭാഗം മാത്രം. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും ഈ വ്യക്തി കോടതിയിൽ പോയി പ്രശ്നം ഉണ്ടാക്കി ആ ഭാഗം മാത്രം കിടക്കുക. വാസ്തവത്തിൽ നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും സഹകരിക്കുകയല്ലേ വേണ്ടത്. ഞാനാണോ ഇതുവഴി എല്ലാ ദിവസവും നടക്കുന്നത്? ഈ നാട്ടിലെ ആളുകളല്ലേ. ഇവിടെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരാണോ നടക്കുന്നത്? മാത്രമല്ല അത് ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇനി ബാക്കി ഭാഗം ചെയ്യണം. ബാക്കി MLAമാർക്ക് 7 കോടി രൂപ വീതം ഗവൺമെന്റിൽ തന്നു. അപ്പൊ ഞാൻ ഇതിന് ബാക്കിയുള്ള ഭാഗം ചെയ്യണം എന്ന് തീരുമാനിച്ചു. 1.5 കോടി രൂപ കൂടി അതിന് അനുവദിച്ചിട്ടുണ്ട്. മാർട്ടിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത ദിവസം നമുക്കതിൻ്റെ ഉദ്ഘാടനം കൂടി ചെയ്യും. അപ്പോൾ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല റോഡായി നമുക്ക് പള്ളിപ്പാടേക്ക് പോകുന്ന ഏറ്റവും നല്ല റോഡായി ഇത് മാറും. ഏറ്റവും മനോഹരമായ റോഡായിട്ട് ഇത് മാറും. അപ്പം അങ്ങനെ ഇത് ശാന്തി കവാടം കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു പ്രദേശമായി ഇത് മാറുകയാണ്. വാസ്തവത്തിൽ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ടൂറിസം പ്രോജക്റ്റുകൾ വരെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ ഏതായാലും നഗരസഭാ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും ഞാൻ അഭിനന്ദിക്കാം. അവർ ഈ പദ്ധതി കിട്ടിയെന്നറിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് ഏതായാലും നമ്മൾ തറക്കല്ലിടുക. മധു, ഈ
ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്യും. കാരണം എന്തായാലും മെഷീൻ ഓർഡർ ചെയ്യണം. നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ഓർഡർ ചെയ്താൽ നേരത്തെ കിട്ടും. ഞാൻ ഒന്നും വൈകിക്കണ്ട. ഇത്രയും പെട്ടെന്ന് നമുക്ക് 6 മാസത്തിനുള്ളിൽ തീർക്കണം. ആളുകൾക്ക് ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യമാണ് അത്. ഇന്നത്തെ പല ബുദ്ധിമുട്ടും ഒഴിവാകും. ചില ആളുകൾ ആർക്കറിയാം, ഒരാൾ മരിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതെല്ലാം ഒഴിവായി 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്ന നിലയിൽ അത് വൃത്തിയായി ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ പദ്ധതി 1,86,1.86 കോടി രൂപയുടെ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാതക ശ്മശാനം ആധുനിക രീതിയിലുള്ളതാണ്. അത് ശാന്തി കവാടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. നമ്മുടെ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെ 1,86,00,000. അതുകൂടാതെ MLA ഇപ്പൊ പ്രഖ്യാപിച്ച 1,50,00,000 രൂപയുടെ റോഡ് ഈ ചെയ്തതിന്റെ ബാക്കി. ഇതോട് വരുമ്പോൾ ഒരു വാർഡിൽ 3-3.5 കോടി രൂപ വരുന്നത് സന്തോഷകരമായ കാര്യം തന്നെ.